ട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതൊരു ജോലിയല്ലേ. ഇപ്പോൾ കുറേ പേരുടെ ജോലിയല്ലേ ട്രോളന്മാരെന്ന് നമ്മൾ വിളിച്ച് ചിലപ്പോൾ തീരുമാനിക്കും ഞാൻ എന്തിനാണ് ഇവരുടെയൊക്കെ മുമ്പിൽ വെറുതെ പോയി സമയം വേസ്റ്റ് ചെയ്തതെന്ന് മാധവ് വിചാരിക്കായിരിക്കും. മാധവിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിന്താഗതിയും ഇതേ ആളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് അത് പറഞ്ഞതുകൊണ്ട് വലിയ വ്യത്യാസം സിനിമ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവരൊക്കെ എൻ്റെ കൂടെ 10-27 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന അവർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെയാണെന്ന്. നാട്ടുകാരറിഞ്ഞത് ഇപ്പോഴാണ്. അതൊരു തരത്തിലേക്ക് വലിയ ഗുണമാണ് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ചെയ്തത്. കൂടുതൽ ആളുകളിലേക്ക് കൂടി എത്താനുള്ള ഒരു ഇതിലാണ്, തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ പുസ്തകമുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 3ാമത്തെ പതിപ്പ് ഇറങ്ങി വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ലെന എഴുതിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി തന്നെ ഈ പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പുസ്തകം വാങ്ങി വായിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവോ നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഘടകമോ ഉള്ള ഒരു പുസ്തകമാണിത്. അത് ലെന പറഞ്ഞതുപോലെയാണ്, ഇത് കൂടുതലായി ചിലപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, വായനക്കാരന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് വായിച്ച ചോദ്യങ്ങൾ, അതിന് ലെന എത്തിയ കുറച്ച് ക്ലാരിറ്റികൾ, ലെന അത് വായനക്കാരിലേക്ക് നൽകുമ്പോൾ നിങ്ങളുടെ തന്നെ പല ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇനി വളരെ വ്യക്തിപരമായൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ പങ്കാളി എന്ന് പറയുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതിൽ വളരെ രസം തോന്നുന്നൊരു കാര്യം, സ്പിരിച്വലായ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്ത് പുസ്തകം എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരി. പങ്കാളിയാണെങ്കിൽ സയൻറ്റിഫിക്കായ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഇത് ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? ഇതിൽ ഏറ്റവും രസമുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും സ്പിരിച്വാലിറ്റി ഒരുപോലെ ഒരേ ടൈപ്പ് ഓഫ് സ്പിരിച്വൽ വ്യൂസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ ഇതിൻ്റെ വളരെ അനുഭവം കൊണ്ട് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ക്വാണ്ടം ഫിസിക്സിലും ആസ്ട്രോഫിസിക്സിലും ആസ്ട്രോണമി വഴി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മാത്തമാറ്റിക്കലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതെനിക്ക് മനസ്സിലാവും എന്ന ആൾക്ക് കാണുമ്പോൾ ഓഹോ അത് റിയൽ സ്പിരിച്വാലിറ്റി ആണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി നിങ്ങൾക്ക് വായിച്ചവർ സിനിമയിൽ മാധവ് സുരേഷിന് അഭിനയം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മാമിൻ്റെ അഭിപ്രായം? ഞാനെന്ത് പറയാൻ അതിനെക്കുറിച്ച്? അല്ല, ട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതൊരു ജോലിയല്ലേ. ഇപ്പോൾ കുറേ പേരുടെ ജോലിയല്ലേ ട്രോളന്മാരെന്ന് നമ്മൾ വിളിക്കുന്നവർ. അവരെന്ത് ചെയ്യും? അവരുടെ ജോലിയാണ്. ആരെങ്കിലും എപ്പോഴും അവർ പിടിച്ച് അവരെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവരത് ചെയ്യും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രേ പറയാനുള്ളൂ. മാധവ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. മാധവിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഒരാളെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ നമ്മൾ പിടിച്ച് അങ്ങ് ട്രോൾ ചെയ്ത് നശിപ്പിച്ച് വെച്ച് ഇനി അഭിനയിക്കാൻ ധൈര്യം കാണിക്കരുതെന്നുള്ള ലെവൽ വരെ നമ്മൾ ട്രോൾ ചെയ്ത് വെച്ചാൽ നമ്മൾ മാധവിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാധവ് തന്നെ അത് നമ്മൾ അറിയിക്കും. എനിക്ക് തോന്നുന്നു ഇനി അഭിനയിച്ചാൽ ഒരു പക്ഷേ ഈ ട്രോൾസിൽ നിന്നൊക്കെ സെൽഫ് ഒരു എന്താ പറയുക കുറച്ചുകൂടി ബോൾഡ്നെസ് വന്നിട്ടായിരിക്കും തിരിച്ചു വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ തീരുമാനിക്കും ഞാൻ എന്തിനാണ് ഇവരുടെയൊക്കെ മുമ്പിൽ വെറുതെ പോയി സമയം വേസ്റ്റ് ചെയ്തതെന്ന് മാധവ് വിചാരിക്കായിരിക്കും. മാധവിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം മാധവ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, വളരെ സ്ക്രീനിൽ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പഠിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ തിങ്ക് ഹീസ് വെരി ഹാർഡ് വർക്കിംഗ്. താല്പര്യം തോന്നിയാൽ ഇനിയും ആൾ തന്നെ ആളുടെ സ്കിൽസ് പോളിഷ് ചെയ്ത് വരും. ബിക്കോസ് ആക്ടിങ് എന്നൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് ഫിലിമിൽ തന്നെ വന്ന എല്ലാവരും ഋത്തിക് റോഷൻ ആവണമെന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ഫസ്റ്റ് ഫിലിം എടുത്താൽ എൻ്റെ അന്നത്തെ അഭിനയവും ഇന്നത്തെ അഭിനയവും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് ട്രോളന്മാർ ഒരാളെ വേരോടെ എടുത്ത് കളയുമെന്നാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷമേ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം നിർത്തി പോകേണ്ടതായിരുന്നു. പക്ഷേ ട്രോളന്മാർ എനിക്ക് ഗുണം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ താങ്ക്സ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. നമുക്ക് വഴിയെ കാണാം. എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് US ഒരു ഓപ്പൺ എയർലൈൻ, ഒരു ഓപ്പൺ പ്ലെയിനിൽ എനിക്ക് ഒരു ട്രിപ്പ് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തു. അത് 40 മിനിറ്റ്സ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. US അങ്ങനത്തെ പല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസിനുള്ള സ്കോപ്പുണ്ട്. എല്ലാവർക്കും അറിയാനുള്ള മറ്റൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസയിൽ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശരി. നാസയിലെ ഒരു വളരെ സ്പെഷ്യൽ ടൂറാണ് കിട്ടിയത്. അത് ഇൻസൈഡേഴ്സിൽ നാസയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ടൂറാണ്. അവരുടെ ന്യൂട്രൽ ബോയൻസി ലാബ്, അവരുടെ അവരത്ര നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൂറാണ്.
അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോകുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ആ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എൻ്റെ കയ്യിൽ കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ. ഒരു ദിവസം ഞാനതെല്ലാം കൂടെ ക്യൂറേറ്റ് ചെയ്ത് ഞാൻ ഷെയർ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ. താങ്ക് യു.